ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ സ്കൂളിലേക്ക്, അതായത് മൺഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മുഖമൂടി പോലെ ഒരു സംഭവം ചെയ്തുണ്ടാവും. പറഞ്ഞാൽ ആനേൻ്റെയോ കുറുക്കൻ്റെയോ ചെന്നായേൻ്റെയോ എലീൻ്റെയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ആദ്യം ഞാൻ ആനയെ പ്ലാൻ ചെയ്തത്, പക്ഷേ അത്ര വലിയ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഒരു ചെന്നായേൻ്റെ ഫേസാക്കി. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ചെന്നായയാണോ വേറെ എന്തെങ്കിലും ആണോ ആയി എന്നുള്ളതെനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. കാരണം ചെന്നായേൻ്റെ കളറ് ഒന്നും അങ്ങനത്തെ കോമ്പിനേഷൻ ഒന്നും കിട്ടൂലല്ലോ. പിന്നെ എന്തായാലും ഞാൻ A4 ആണ് വരച്ചത്. അതൊരു ചെറിയ കാർഡ്ബോർഡ് പീസിൽ വരച്ചു, ഒട്ടിച്ച് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ കത്രിക കാണാനില്ല എന്നല്ല, അച്ഛൻ എവിടെയോ എടുത്ത് വെച്ചതാണ്. പിന്നെ മറന്നുപോയി. ഇവർ ഫുള്ള് വെട്ടി അലമ്പാക്കി കളഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ എവിടെയാണെന്നുള്ള അച്ഛനും മറന്നു. അപ്പം ഞാൻ നല്ല മൂർച്ചുള്ള ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടോ സൈഡൊക്കെ. ആദ്യം വൈറ്റ് പേപ്പർ അതിൻ്റെ മേലെ ഒട്ടിക്കായിരിച്ചു. പിന്നെ എനിക്ക് ബോറാന്ന് തോന്നിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ കളർ കൊടുത്തത്. കളർ കൊടുക്കണ വീഡിയോ എടുക്കാൻ കിങ്ങിനോട് എടുക്കാൻ പറഞ്ഞു. ഷൂള് അത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് വീഡിയോ എടുത്തത്. എന്തായാലും ഫേസ് റെഡിയാക്കിയിട്ടുണ്ട്. മൂക്കൊക്കെ ഒരു കഥയാണ് വരച്ചത്. ഡ്രോയിങ് ഒന്നും നോക്കണ്ട, നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അതിനൊരു കെട്ടാനൊരു സാധനം വെക്കണ്ട. അത് ഞാൻ തൽക്കാലത്തിന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഹോൾ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതൊന്നായിട്ട് പൊടിഞ്ഞു വരും. അത്ര കട്ടില്ലാത്ത കാർഡ്ബോർഡാണ്. ഇതിപ്പോൾ ചെന്നായാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ആയത് എന്നുള്ളത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അത്രയേ അറിയുള്ളൂ. ഇതിൻ്റെ വായും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ. എന്തായാലും ഞാനും ഇങ്ങനെയും കൂടെ മുഖംമൂടിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.